തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റിന് മുകളിലേക്ക് കൂറ്റൻ മരം ഒടിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ തുടരുകയാണ്. ആളപായമില്ല. സുനിഷ അയ്യല്ലൂര് വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ആര്യ, അല്പസമയം മുമ്പാണ് സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റിന് തൊട്ടു മുന്നിലായുള്ള മരത്തിന്റെ ഒരു ശിഖരം ഒടിഞ്ഞു വീഴുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത് കാണാൻ കഴിയും. കന്റോൺമെന്റ് ഗേറ്റിന്റെ മുകളിലേക്ക് ഈ മരം വന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളപായമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ റോഡിലേക്ക് പൂർണ്ണമായും അതിന്റെ ശിഖരങ്ങൾ വീണ് കിടക്കുന്നതായി കാണാൻ കഴിയും. ആ സമയത്ത് വാഹനങ്ങളൊന്നും ഈ ശിഖരം പൊട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ ഈ കന്റോൺമെന്റ് പോലീസിന്റെ അടക്കം ഇടപെടൽ കൊണ്ട് ഇവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ ഈ മരം പൊട്ടി വീഴുന്നു. ഇപ്പോൾ കാണാം, റോഡിന്റെ പാതി ഭാഗവും ഈ മരം വീണ സ്ഥിതിയിലാണ്. നിലവിൽ ഗതാഗതം പൂർണ്ണമായും ഈ വഴിയിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റു വഴിയിലൂടെ ഈ വാഹനങ്ങളെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഗേറ്റിലേക്കും ഈ KCBയുടെ ലൈനുകളും പൂർണ്ണമായും ഈ ഭാഗത്തുണ്ടായിരുന്നു. അതെല്ലാം തകർന്ന നിലയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ അപകട സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ലൈൻ കമ്പികളിലേക്ക് വീണതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വൈദ്യുതി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പികൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതാ മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അങ്ങനെ ഓരോ ചില്ലകളായി മാറ്റിക്കൊണ്ട് അതിനുശേഷം ഈ വൈദ്യുത കമ്പികളിലെല്ലാം മാറ്റി കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പൂർണ്ണമായും ഇതിന്റെ ശിഖരം മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ KCB ആയാലും ഫയർഫോഴ്സ് ആയാലും അറിയിക്കുന്നത്. ഏതായാലും ആളപായമില്ല. സ്വാഭാവികമായും നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. ഈ സെക്രട്ടേറിയറ്റിലെ ജോലി കഴിഞ്ഞ് ഒരുപക്ഷെ വൈകുന്നേരം 4 മണി 5 മണി സമയത്തൊക്കെയാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങാറ്. ചായ കുടിക്കാനൊക്കെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ കൃത്യസമയത്തെ ഇടപെടൽ കൊണ്ട് ഏതായാലും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യവും. അല്പസമയം മുമ്പ് ഏകദേശം ഒരു 3:30 സമയത്തോടു കൂടിയായിരുന്നു ഈ മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ തന്നെ ഈ ഫയർഫോഴ്സും പോലീസ് സേനയും എല്ലാം ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എല്ലാ ആളുകളും ചേർന്ന് നിലവിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈ മരങ്ങളെല്ലാം തന്നെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ മാത്രമാണ് ഗതാഗതം പൂർണ്ണ രീതിയിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ അതിനുശേഷം പൂർണ്ണമായും മുറിച്ചു മാറ്റി അല്പസമയത്തിനകം തന്നെ പൂർണ്ണ രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് പോലീസും ഫയർഫോഴ്സും അറിയിക്കുന്നത്. ഏതായാലും മരം മുറിക്കുന്ന നടപടികളിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ട്. ആര്യ, ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആളപായം ഇല്ല എന്നത് തന്നെ വലിയ ആശ്വാസം. പ്രദേശത്ത് കൂടിയുള്ള ഗതാഗതം താൽക്കാലികമായിട്ടൊന്ന് നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മരം മുറിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്.